CPM വെള്ളാപ്പള്ളിക്കൊപ്പം ഇന്ന് ഉറപ്പായി. വെള്ളാപ്പള്ളിയുമായുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് പിന്മാറേണ്ട ഗതികേടിൽ CPI. എന്തു കേട്ടാലും പറഞ്ഞാലും മറുപടി പറയേണ്ടെന്ന തീരുമാനം. ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി CPI മാറിയെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം. വെള്ളാപ്പള്ളി നടേശൻ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ തിരിച്ചൊന്നും പറയേണ്ട എന്ന നിലപാടിലേക്ക് CPI എത്തിയതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വന്നിരുന്ന വാക് പോരാട്ടത്തിന് താൽക്കാലികമായി വെടിനിർത്തലായിരിക്കുകയാണ്. എന്തു കേട്ടാലും പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയേണ്ടതില്ല എന്ന നിലപാടിനോട് CPIക്കുള്ളിൽ ചിലർ വിയോജിപ്പിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം. അങ്ങനെ ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയായി മാറുകയാണോ CPI എന്നാണ് അവർ ചോദിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തരം കിട്ടുമ്പോഴെല്ലാം CPIക്കെതിരെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നുണ്ടെന്നും ഇടതുമുന്നണിയിൽ CPMലെ ചില നേതാക്കളും വെള്ളാപ്പള്ളിയുടെ അതേ വഴിയിലാണ് സഞ്ചരിക്കുന്നതെന്നും ഇതിനോടൊന്നും തിരിച്ചു പ്രതികരിക്കേണ്ട എന്ന് പറയുന്നത് കഷ്ടമാണെന്നുമുള്ള നിലപാടിലാണ് CPIയിലെ ഒരു വിഭാഗം നേതാക്കൾ. എന്നാൽ CPI സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഒന്നും മിണ്ടണ്ട എന്നതായതുകൊണ്ട് നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ എതിർപ്പുള്ളവരും മൗനം പാലിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ലെന്നാണ് CPI സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങളിൽ CPI നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇനി യാതൊരുവിധ പരസ്യ പ്രതികരണങ്ങളും ഉണ്ടാകില്ല. വെള്ളാപ്പള്ളിയെ അവഗണിച്ച് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം. പരസ്യമായി മുന്നണിക്കകത്തും പുറത്തും ഇതേക്കുറിച്ച് CPI പലതവണ പറഞ്ഞെങ്കിലും CPIക്ക് അനുകൂലമാകുന്ന തരത്തിൽ കാര്യമായ നടപടികളൊന്നും അവിടെ നിന്നുണ്ടായില്ല. CPMും CPIയും തമ്മിൽ സഹോദര ബന്ധമാണ് എന്ന ചില CPM നേതാക്കളുടെ ആശ്വസിപ്പിക്കൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇനി പരാതി പറഞ്ഞിട്ടും പരിഭവം പറഞ്ഞിട്ടും വിമർശനം ഉന്നയിച്ചിട്ടും എതിർത്തിട്ടും ഒരു കാര്യവുമില്ല എന്ന് ബോധ്യമായതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളിക്ക് മറുപടിയൊന്നും കൊടുക്കാതെ മൗനമായിരിക്കാമെന്ന് CPI തീരുമാനിച്ചത്. CPIയെ ചതിയൻ ചന്തു എന്ന് വിളിക്കുകയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടിക്ക് വേണ്ടി തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്നും അടക്കമുള്ള നിരവധി വിമർശനങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ ചതിയൻ ചന്തു എന്ന പ്രയോഗം കൂടുതൽ ചേരുന്നത് വെള്ളാപ്പള്ളിയുടെ തലയ്ക്കാണെന്നായിരുന്നു ബിനോയ് വിശ്വം മറുപടി നൽകിയത്. പാർട്ടിക്ക് സംഭാവനയായി വെള്ളാപ്പള്ളി നടേശൻ പണം തന്നിട്ടുണ്ടെന്നും അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. ഇടതിന്റെ നട്ടെല്ല് ഈഴവ പിന്നോക്ക വിഭാഗങ്ങളാണെന്നും CPIയുടെ നവനേതാക്കൾക്ക് ഇപ്പോൾ ആ ബോധ്യമില്ലെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു. എന്നാൽ LDFിനോ പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റും ശരിയും പറയാനോ തങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ലെന്നായിരുന്നു ബിനോയ് വിശ്വം പ്രതികരിച്ചത്. വെള്ളാപ്പള്ളി നടേശനെ ചുമക്കുന്നത് ഇടതുമുന്നണിക്ക് ബാധ്യതയാകുമെന്ന വിമർശനം CPI പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് വെള്ളാപ്പള്ളിയെ അവഗണിക്കാനുള്ള തീരുമാനം CPI സ്വീകരിച്ചത്. വെള്ളാപ്പള്ളിക്കെതിരെ ഇനിയും വിമർശനം ഉന്നയിക്കാനോ കൊമ്പ് കോർക്കാനോ നിൽക്കേണ്ട എന്ന CPIക്ക് CPMൽ നിന്നും കർശന നിർദ്ദേശം ലഭിച്ചതായും അഭ്യൂഹമുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയെ പിണക്കാനാകില്ല എന്ന നിലപാടിലാണ് CPM. അതിനിടെ CPI തുടർച്ചയായി വെള്ളാപ്പള്ളിയെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് ഗുണകരമാകില്ല എന്ന് CPMന് തോന്നിയത് കൊണ്ടാണ് CPIയുടെ ഇത്തരമൊരു നിർദ്ദേശം CPM മുന്നോട്ട് വെച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ഒരു കാരണം വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടാണെന്ന് CPI പരസ്യമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ഇഴകീറി പരിശോധിക്കേണ്ടതില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കാനുമാണ് CPI സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. CPI വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയും വാക്പോരും വിമർശനവും അവസാനിപ്പിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPMന്റെ സീറ്റുകളും നഷ്ടപ്പെടുത്തിയതെന്ന വിമർശനം പരക്കെ ഉയർന്ന സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനും സംയമനം പാലിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്.